ഹായ് ഓൾ, ഞാൻ അർഷാന, ഹെലൻ ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അവസ്ഥയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഓരോരുത്തരും ഉറപ്പായിട്ടും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഡൗൺ സിൻഡ്രോം എന്ന അവസ്ഥ ബാധിച്ച ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയിട്ടുണ്ടാവും. പലപ്പോഴും സമൂഹം അതിനെ ബുദ്ധിവൈകല്യം അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യമുള്ള ആൾ എന്ന രീതിക്കായിരിക്കും ലേബൽ ചെയ്യുന്നുണ്ടാവുക. എന്നാൽ ഡൗൺ സിൻഡ്രോം എന്നുള്ള അവസ്ഥയെ പറ്റി നമ്മൾ കറക്റ്റായിട്ട് അറിയൽ അത്യാവശ്യമാണ്. പ്രധാനമായിട്ടും ഇതിൽ ലോകത്തിലെ 750 കുട്ടികൾ ജനിക്കുകയാണെങ്കിൽ അതിൽ ഒരാൾ ഡൗൺ സിൻഡ്രോം എന്നുള്ള അവസ്ഥയുമായിട്ടാണ് ജനിക്കുന്നത് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് പേര് ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയേണ്ടത് അത്യാവശ്യമാണ്. ആദ്യമായിട്ട് എന്താണ് ഈ ഡൗൺ സിൻഡ്രോം എന്ന് പറയാം. ഇതൊരിക്കലും ഒരു രോഗമോ ബുദ്ധിവൈകല്യമോ അല്ല. ഇതൊരു ജനിതകാവസ്ഥയാണ്. അതായത് ഒരു മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് അവരുടെ അച്ഛനിൽ നിന്ന് 23 ക്രോമസോമും അമ്മയിൽ നിന്ന് 23 ക്രോമസോമും ഉണ്ടാവുന്നു. ഈ 23 ക്രോമസോം അങ്ങനെ 23 36 ക്രോമസോം ഒരുമിച്ച് ഒരു 23 പെയർ ആയിട്ടായിരിക്കും എല്ലാ മനുഷ്യരിലും ഉണ്ടാവുന്നത്. എന്നാൽ ചില ആളുകളിൽ ഇതിൽ 21ാമത്തെ ക്രോമസോം, ഈ 23 എണ്ണത്തിൽ 21ാമത്തെ ക്രോമസോമിൽ 2 എണ്ണത്തിന് പകരം 3 ക്രോമസോം പെയർ ചെയ്തതായിട്ട് കാണാറുണ്ട്. ഈ ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ഈ ഒരു ക്രോമസോമിൽ ഉണ്ടാവുന്ന ഈ ഒരു വ്യത്യാസമാണ് ഡൗൺ സിൻഡ്രോം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നയിക്കുന്നത്. പൊതുവെ ഡൗൺ സിൻഡ്രോം എന്ന അവസ്ഥ ബാധിച്ച ഒരാളെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും. ഇവർ കുറച്ച് ഹൈറ്റ് കുറവായിരിക്കും. അവരുടെ ഫേസിലൊക്കെ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണാൻ കഴിയാറുണ്ട്. അവരുടെ കണ്ണുകൾ കുറച്ച് മുകളിലേക്കായിരിക്കും, മൂക്കുകൾ ചെറുതായിട്ടായിരിക്കും, നെറ്റി കുറച്ച് കയറിയിട്ട് അവരുടെ മുഖം കുറച്ചൊരു ഉരുണ്ടിട്ട് ആ ഒരു രീതിക്ക് കുറച്ച് വ്യത്യാസങ്ങൾ ഇവരിൽ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഡൗൺ സിൻഡ്രോം ബാധിച്ച ഒരാളെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഈ ഒരു ജനിക്കുന്ന സമയത്ത് കുട്ടിയെ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടെങ്കിലും ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും ഇത് കൺഫേം ചെയ്യുന്നുണ്ടാവുക ഡൗൺ സിൻഡ്രോം എന്നുള്ള അവസ്ഥയായിട്ട്. പക്ഷെ ഈ ഒരു ഡൗൺ സിൻഡ്രോം എന്നുള്ള അവസ്ഥ ബാധിച്ച കുട്ടിയേക്കാൾ ഭയങ്കരമായിട്ടുള്ള മാനസിക പിരിമുറുക്കത്തിലൂടെയും അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുകളിലൂടെയും പോകുന്നത് അവരുടെ മാതാപിതാക്കളായിരിക്കും. കാരണം അത്രയും പ്രതീക്ഷയോടെ വരുന്ന ഒരു കുട്ടിക്ക് ഇത്തരം ഒരു അവസ്ഥയിലൂടെയാണ് എൻ്റെ കുട്ടി കടന്നു പോകുന്നത് എന്നറിയുമ്പോൾ ഒട്ടുമിക്ക പാരൻസും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട്. ബാക്കിയുള്ളവർ എൻ്റെ കുട്ടിയെ കളിയാക്കുമോ, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനൊരു ഗതി വന്നു, ഇനി എൻ്റെ പ്രശ്നമാണോ, ഞാൻ മുന്നേ ചെയ്ത എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ അല്ലെങ്കിൽ പാപത്തിൻ്റെ ഒരു ഇതായിട്ടാണോ എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള രീതിക്ക് വരെ പാരൻസ് ചിന്തിക്കുന്നതായിട്ട് പറയാറുണ്ട്. ഒട്ടുമിക്ക പാരൻസും നമ്മളോട് പറയുന്നതാണ്, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ എന്ന് എനിക്കറിയില്ല, എന്തുകൊണ്ട് എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ വന്നു, എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു, എൻ്റെ കുട്ടീനെ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ കുട്ടി എങ്ങനെ ജീവിക്കും, മറ്റുള്ളവർ എൻ്റെ കുട്ടീനെ കളിയാക്കില്ലേ എന്നൊക്കെ രീതിക്ക് അവർ പ്രയാസങ്ങൾ പറയാറുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ അറിയേണ്ടത് ഇതെന്ന് പറയുന്നത് ഒരിക്കലും ഒരാളുടെയും കുറ്റം കൊണ്ടോ കാര്യം കൊണ്ടോ ഉണ്ടാവുന്നതല്ല. ഇത് ജനിതകപരമായിട്ട് ഒരു അവസ്ഥയാണ്. ഇത് ഒരിക്കലും നമ്മളുടെ ഒരു പ്രശ്നം കൊണ്ടുണ്ടാവുന്ന കാര്യമല്ല. ചില സമയങ്ങളിൽ ഈ ലേറ്റ് ആയിട്ടുള്ള പ്രഗ്നൻസി ഒക്കെ ഇതിന് കാരണമാവാറുണ്ട്. അതായത് ഒരു 40 വയസ്സിന് ശേഷം ഒരു അമ്മയാകുന്നതൊക്കെ അല്ലെങ്കിൽ അച്ഛനാകുന്നത് ഇതിനൊരു കാരണമായിട്ട് വരാറുണ്ട്. എന്നാൽ പോലും ഇതൊരിക്കലും ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന അല്ലെങ്കിൽ 40 വയസ്സിന് ശേഷമുള്ള പ്രഗ്നൻസിക്ക് മാത്രമാണ് ഇത് സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപാട് നേരത്തെയുള്ള പ്രഗ്നൻസികളിൽ പോലും ഇത്തരം അവസ്ഥകളിലൂടെ കുട്ടികളെ കാണാറുണ്ട് നമ്മൾ. ഇത്തരം കുട്ടികൾ ജനിക്കുന്ന സമയത്ത് ഇവർക്ക് കുറച്ചുകൂടെ അവരുടെ മസിൽ വെയിറ്റ് അല്ലെങ്കിൽ മസിൽ ടോണുകൾ കുറവായിരിക്കും. അവരുടെ മുഖത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും. അവർക്ക് കേൾവിക്ക് കാഴ്ചയ്ക്കൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ബുദ്ധിപരമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇത്തരം ഒരുപാട് പ്രശ്നത്തിലൂടെ ഈ കുട്ടികൾ കടന്നു പോവാറുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ നടന്നു തുടങ്ങുക, കമിഴ്ന്ന് കിടക്കുക, ഇരിക്കുക, തലയുറയ്ക്കുക, സംസാരിക്കാൻ തുടങ്ങുക, ഇത്തരം കാര്യങ്ങളൊക്കെ കുറച്ച് വൈകിയായിരിക്കും ഇത്തരം കുട്ടികളിൽ കണ്ടു തുടങ്ങുന്നത്. കാരണം ഇവർക്ക് ആ ഒരു സമയത്ത് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇവരുടെ മസിൽ ടോണ് അല്ലെങ്കിൽ ആ ഒരു മസിൽസിന് ഉറപ്പോ കാര്യങ്ങളോ കാര്യമായിട്ട് ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വീണ്ടും സ്റ്റിമുലേറ്റ് ചെയ്ത് കാര്യങ്ങളിലൂടെയാണ് ഇത് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഒരിക്കലും നമുക്ക് ഇത് കുട്ടികൾ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയുള്ള കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ അവരൊരിക്കലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവർക്ക് ബുദ്ധി കുറവാണ്, അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിമുലസ് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ കാഴ്ചക്കുറവുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള കണ്ണടകളും കാര്യങ്ങളും ചെയ്യാണ്.
ഹിയറിംഗ് എയ്ഡ്, കേൾവിക്കുറവുള്ള കുട്ടികൾക്ക് ഹിയറിംഗ് എയ്ഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞു കൊടുക്കുക, വിഷ്വലി ഇങ്ങനെ നല്ല ചിത്രങ്ങളിലൂടെയും ഇതൊക്കെ കാണിച്ചു കൊടുക്കുക, ഒരുപാട് വട്ടം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ അവർക്കത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് അക്വയർ ചെയ്യാനും പറ്റാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് ചെറുപ്പം മുതൽ തന്നെ പലതരത്തിലുള്ള കളേഴ്സുകൾ, പലതരത്തിലുള്ള സൗണ്ടുകൾ, ഇത്തരം രീതിക്ക് തന്നെ കുട്ടികളെ പല രീതിക്കും അവരുടെ സ്റ്റിമുലസുകൾ അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങളൊക്കെ ഉത്തേജിപ്പിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളിൽ പൂർണ്ണമായിട്ട് നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയും. പക്ഷേ എന്നാലും നമ്മൾ ഇത്രയൊക്കെ ചെയ്താൽ കൂടിയും എന്നാൽ ഈ ഡൗൺ സിൻഡ്രോം എന്ന അവസ്ഥ നമുക്ക് മാറ്റാൻ കഴിയില്ല. എന്നാൽ കൂടിയും ഇവർക്ക് ഇവരുടെ ലൈഫിനെ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാനും കുറച്ചുകൂടെ നല്ല രീതിക്ക് ജീവിക്കാനും ഇത് സഹായിക്കും. കാരണം ഇത്തരം കുട്ടികളിൽ ബുദ്ധിപരമായിട്ട് ചെറിയൊരു പ്രശ്നമുണ്ടെങ്കിലും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും മറ്റുള്ളവരുടെ ഇമോഷൻസ്, സങ്കടങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കാനും ഒരു സോഷ്യലി ഒരു ആൾക്കൂട്ടത്തിനിടയിൽ ഇറങ്ങിച്ചെല്ലാനും അവരുമായിട്ട് ഇടപഴകാനും ഒക്കെ ഏറെക്കുറെ സാധാരണ പോലെ തന്നെ പറ്റാറുണ്ട്. അതുകൊണ്ട് ഇവർക്ക് മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ, ഒരാൾ ദേഷ്യപ്പെടുകയാണ് അല്ലെങ്കിൽ സങ്കടപ്പെടുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഇവർക്ക് എന്താണ് അതെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയാറുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഒരിക്കലും സഹതാപപൂർണമായിട്ടുള്ള ഒരു നോട്ടമോ സംസാരമോ അല്ല ആവശ്യം. അവരെ മനസ്സിലാക്കുന്ന തരത്തിൽ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തികളായിരിക്കും ഇവർക്ക് ആവശ്യമായിട്ടുണ്ടാവുക. കുറച്ചൊരു കെയർ കൊടുക്കുകയാണ്, ശ്രദ്ധിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ സാധാ സ്കൂളിൽ തന്നെ നമുക്ക് പഠിപ്പിക്കാനും ഇവർക്ക് നല്ലൊരു ലൈഫും കാര്യങ്ങളും കൊടുക്കാനും പറ്റാറുണ്ട്. ഈ ഒരു സ്കൂളിങ്ങും കാര്യങ്ങളിലൂടെ കൂടെ തന്നെ ഇവർക്ക് സ്പീച്ച് തെറാപ്പി, ഒക്യുപ്പേഷണൽ തെറാപ്പി, അതായത് ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒക്യുപ്പേഷണൽ തെറാപ്പീസ്, ഫിസിയോതെറാപ്പീസ്, ഇത്തരം കുട്ടികളിൽ ചില മസിൽ ടോണുകളിലും കാര്യങ്ങളിലും ഒക്കെ ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. അതിനു വേണ്ടിയിട്ട് ഫിസിയോതെറാപ്പികൾ, കൗൺസിലിങ്ങൾ, തെറാപ്പീസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് കറക്റ്റായിട്ട് മറ്റുള്ളവരെ പോലെ തന്നെ ഏറെക്കുറെ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിക്കുള്ള ജീവിതം നയിക്കാൻ കഴിയാറുണ്ട്. ഇത്തരം കുട്ടികൾക്ക് ഏറ്റവും ആവശ്യം ഇവരെ മനസ്സിലാക്കുന്ന, ഇവരെ കൂടെ നിർത്തുന്ന മാതാപിതാക്കളെയും ചുറ്റുമുള്ള കുടുംബക്കാരെയും ഫ്രണ്ട്സിനെയും ഒക്കെ ആയിരിക്കും. ഇത്തരത്തിലൊരാളാ നിങ്ങൾക്ക് അറിയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയൊരു ആശ്വാസവും അല്ലെങ്കിൽ അവരുടെ ലൈഫിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമായിരിക്കും. ഇതിൽ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബുദ്ധിമുട്ടുന്നില്ലാവുന്നത് ഏറ്റവും കൂടുതൽ പാരൻസ് ആയിരിക്കും. നമ്മൾ മാക്സിമം സ്ട്രോങ് ആവുക, എൻ്റെ കുട്ടി ഇങ്ങനെയാണ് എന്നുള്ള അവസ്ഥയായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഏറ്റവും സ്ട്രോങ് ആയിട്ടിരിക്കേണ്ട ഒരു കൂട്ടർ തന്നെയാണ് പാരൻസ് എന്ന് പറയുന്നത്. അപ്പം ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കും മേ ബി അനുഭവിച്ചിട്ടുണ്ടാവാം. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്ത് അന്വേഷണങ്ങൾക്കും വേണ്ടിയിട്ടും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.